മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട നമ്മുടെ DJIയുടെ സ്പാർക്കിൻ്റെ ഡ്രോണാണ്. ഈ ഒരു ഡ്രോൺ വെച്ച് നമുക്ക് ഈ ഡ്രോൺ എന്തോരം വെയിറ്റ് മുകളിലോട്ട് പൊക്കും എന്നുള്ള വീഡിയോ നമ്മളൊന്ന് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു കൊക്കക്കോള 1/2 ലിറ്ററിൻ്റെ കൊക്കക്കോള ഉണ്ട്, പിന്നെ ഒരു മിനറൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 57,000 രൂപ പലരും ചോദിച്ചിരുന്നു. ഡ്രോണിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് വേണ്ടി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഡ്രോണിന് എന്ത് വിലയുണ്ടെന്നുള്ളത്. ഇത് ആമസോണിൽ ലഭ്യമാണ്. ഇതിന് ഏകദേശം ഇപ്പോൾ ഒരു 57,000 രൂപയോളം വിലയുണ്ട്. നല്ലൊരു ഡ്രോൺ ഉണ്ടാവും. ഒരു ഫുൾ HD നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരു 57,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടുക്കനായിട്ട് വിഷ്വൽസ് എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രോണാണിത്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാട് ഏരിയയിലെ വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്തോരം നമുക്ക് എടുക്കും നമുക്ക് നോക്കാം. ഡ്രോണിൽ ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രെഡായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, പൊന്തൊന്നും അറിയില്ല, ടെസ്റ്റിങ് മാത്രമാണ്. അപ്പോൾ ബ്രെഡ് ഡ്രോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇറക്കി ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സംഭവം ചീറ്റിപ്പോയി. കാരണം വെച്ചാൽ ബ്രെഡ് വെയിറ്റ് കൂടുതൽ 350 ഗ്രാമാണ്. നമ്മൾ ഉദ്ദേശിച്ചിട്ട് പൊന്തില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഈ പകുതി ബ്രെഡ് നമുക്ക് മാറ്റിയിട്ട് പൊന്തിച്ച് നമുക്ക് നോക്കുന്നു. ബ്രെഡിൻ്റെ നമ്മൾ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് പൊങ്ങുമെന്ന് നമുക്ക് നോക്കാം. മുകളിലോട്ടൊന്നുമില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ സംഭവമൊന്നും നടന്നില്ല. കാരണം ഇത് DJIയുടെ ഒരു സ്പാർക്ക് 250 ഗ്രാമുള്ളൊരു ഡ്രോണാണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഈ ലൈസൻസിനെ പറ്റി പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ലൈസൻസ് വേണോ, 250 ഗ്രാമിൻ്റെ അത് കഴിഞ്ഞിട്ട് 250 മുകളിലുള്ള ഈ ഡ്രോണിനൊക്കെ ലൈസൻസ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈസൻസിനെ പറ്റിയുള്ള ഒരു കാര്യം പറയാം. കളിപ്പായിട്ടായിട്ട് യൂസ് ചെയ്യണതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഡ്രോൺസും DJIയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അത് ഈ കഴിഞ്ഞ ജനുവരി 31 വരെ ആയിരുന്നു രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ നോക്കുമ്പോൾ ആ സൈറ്റ് രജിസ്ട്രേഷൻ ടെമ്പററിലി ബ്ലോക്ക്ഡ് എന്ന് പറയുന്നത് കാണിക്കുന്നത്. വീണ്ടും ഓപ്പൺ ചെയ്യുമായിരിക്കും. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 നമ്പർ കിട്ടും. ഡ്രോൺ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഒരു ഓപ്പറേറ്റർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 നമ്പർ കിട്ടും. ഇതുണ്ടെങ്കിൽ 300 ഗ്രാം വരെയുള്ള ഡ്രോണൊക്കെ നമുക്ക് 60 മീറ്റർ വരെ പറത്തണമെങ്കിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല. ആ 2 നമ്പർ മതി. 60 മീറ്ററിന് മുകളിൽ പറത്തണമെന്നുണ്ടെങ്കിൽ ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഈ 2 kg മുകളിലൊക്കെ വെയിറ്റ് വരുന്ന ഡ്രോണെല്ലാം എത്ര മീറ്ററിൽ പറത്തണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ 60 മീറ്റർ ആയാലും അതിന് താഴെ മുകളിൽ പറത്തണമെന്നുണ്ടെങ്കിലും ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. ലൈസൻസിന് ഏകദേശം ഒരു 25,000 രൂപ ചിലവ് വരും. ഈ പറഞ്ഞ രജിസ്ട്രേഷൻ കൂടാതെ ലൈസൻസ് ആവശ്യമുണ്ട്.
ഓക്കെ. അപ്പം ഇതിന് മുന്നേ ഈ പൊക്കാനായിട്ട് ഒരു കൊക്കക്കോള, ഒരു മിനറൽ വാട്ടർ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രെഡ് പൊങ്ങാത്തതിൻ്റെ പേരിൽ നമ്മളതൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഇട്ട് ഞങ്ങളിനി വരും.